ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസിന്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഹാൻഡ് പിക്ക് ആയിട്ടുള്ള ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ കളക്ഷൻസ് നമ്മുടെ വരും വീഡിയോസിൽ കാണിക്കും. പിന്നെ നമുക്ക് സബ്സ്ക്രൈബർ കളക്ഷനിലുള്ള കുറച്ച് പ്രീമിയം ആയിട്ടുള്ള സാരീസ് കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ലാവൻഡർ കളറിലെ വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിൽ ഈ ഒരു ടോയിൻ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ടോയിൻ കട്ട് വർക്ക് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണിക്കുന്നത്. ഇതിനകത്ത് ടോയിൻ കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി സെൽഫ് കളറും അതുപോലെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡും യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻ പോർഷനാണ് വരുന്നത്. ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ ആ ഒരു എൻ പോർഷൻ കവർ ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫസ്റ്റ് ഡിസൈൻ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഡിസൈൻ ആണിത്. ഇതിനകത്ത് ടോട്ടൽ 4 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. നല്ല സൈസിൽ തന്നെ വരുന്നത് പോലത്തെ 4 ഡിസൈൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലായിട്ട് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം ചെസ്റ്റ് പോർഷന്റെ ഉള്ളിൽ വരുന്നത് പോലെ ഒരു ഡിസൈൻ ഉണ്ട്. ഇവിടെ ഒരു സെമി സർക്കിൾ പാറ്റേണിലാണ് ഈ ഡിസൈൻസ് വന്നിരിക്കുന്നത്. നമ്മൾ സിംഗിൾ ഫ്ലീറ്റ് ആയിട്ട് ഇടുമ്പോഴും അല്ല ഇത് ഫ്ലീറ്റഡ് ആകുന്ന സമയത്താണെങ്കിലും നന്നായിട്ട് ഇത് കാണാവുന്ന രീതിയിൽ ഒരു സെമി സർക്കിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ, നമ്മുടെ ചെസ്റ്റ് പോർഷൻ കവർ ആവുന്നത് പോലെ ഒരു സെമി സർക്കിൾ പാറ്റേണിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ആ ഒരു ഗ്രീനും ആ ഒരു ലാവൻഡറുടെ ഒരു കോൺട്രാസ്റ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനകത്ത് നെക്സ്റ്റ് 2 ഡിസൈൻസിന്റെ ചെസ്റ്റ് പോർഷനിൽ തന്നെ പുറത്തുള്ള ഫ്ലീറ്റ്സിൽ വരുന്നത് പോലെയാണ് വരുന്നത്. ഇതുപോലെ പുറത്തുള്ള ഫ്ലീറ്റ്സിലോട്ട് വരുന്നത് പോലെ 2 വലിയ ഡിസൈൻസ്, ആ ഒരു സെയിം സെമി സർക്കിൾ സൈസിൽ വരുന്നത് പോലത്തെ 2 വലിയ ഡിസൈൻസ് ആണ് ഇതിന്റെ. മൊത്തം 3 ഡിസൈൻസ്, ഉള്ളിൽ ഒരു ഡിസൈനും പുറത്ത് 2 ഡിസൈനുമായിട്ട് മൊത്തം 3 ഡിസൈൻസ് ആയിരുന്നു ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. അത്യാവശ്യം നല്ല സൈസിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ടോയിൻ കട്ട് വർക്ക് അറിയായിരിക്കും, നമുക്ക് നോർമലി പുറത്ത് മാർക്കറ്റിലൊക്കെ വിൽക്കുന്ന സമയത്ത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. എംബ്രോയിഡറി പാറ്റേണിൽ ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയാവുന്ന പോലത്തെ ഒരു വർക്ക് തന്നെയാണ് ടോയിൻ കട്ട് വർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ആ ഒരു നമുക്ക് ഇതിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് സത്യത്തിൽ ഈ ഒരു സബ്സ്ക്രൈബർ നമുക്ക് അവർ ഒരു ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള പ്രൈസിലാണ്. ഇപ്പം നമുക്ക് ഈ ഒരു 4 ഡിസൈനുള്ള ഈ ഒരു സാരി വരുന്നത് 4175 റുപ്പീസേ വരുന്നുള്ളൂ. പക്ഷേ നോർമലി നമുക്ക് ഇതുപോലത്തെ ടോയിൻ കട്ട് വർക്ക് സാരീസിനൊക്കെ നല്ല റേറ്റ് വരുന്നതാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഓഫർ പ്രൈസിലാണ്. ഈ ഒരു പ്രൈസ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സാരിയിലല്ല വേറൊരു സാരിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരത് കസ്റ്റമൈസ് ചെയ്ത് തരാനായിട്ടും റെഡിയാണെന്ന് നമ്മളെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെറ്റീരിയലോ വേറെ കളർ കോമ്പിനേഷനിലോ ഈ ഒരു ഡിസൈൻ്റെ സൈസ് ഇനി ചെറുതാക്കിയിട്ടോ അല്ലെങ്കിൽ വലുതാക്കിയിട്ടോ നമ്പർ ഓഫ് ഡിസൈൻസ് കൂട്ടിയിട്ടോ ഒക്കെ ചെയ്തു തരാനായിട്ട് പറ്റും. അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവൈലബിൾ ഡിസൈൻസോ കളർ കോമ്പിനേഷൻസോ മെറ്റീരിയൽസോ ഒക്കെ പറയാം. ഇതിപ്പം വിസ്കോസ് ഓർഗൻസ മെറ്റീരിയൽ, നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. വിസ്കോസ് ഓർഗൻസ എന്ന് പറയുന്നത് നോർമൽ ഓർഗൻസ പോലെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല. നമ്മുടെ ഒരു ജോർജറ്റിൻ്റെ ഒക്കെ ഫിനിഷ് വരുന്നത് പോലെ അതുപോലെ നല്ല ഫ്ലോയി ആയിട്ട് എന്നാൽ ഓർഗൻസ ആയതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ്ങും ഒക്കെ വരുന്നത് പോലത്തെ നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ഫംഗ്ഷൻ ഒക്കെ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡുമാണ് ഈ ഒരു സാരി വരുന്നത്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് 4175 റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഈ ഒരു സാരിയുടെ കൂടെ പ്ലെയിൻ ആയിട്ടുള്ള റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആയിട്ടുണ്ട്. ബ്ലൗസിൽ വർക്കില്ല, പ്ലെയിൻ ആയിട്ട് ബ്ലൗസ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബ്ലൗസിലും വർക്ക് വേണം അല്ലെങ്കിൽ സാരിയിൽ എന്തെങ്കിലും ഓൾട്രേഷൻ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനത്തെ കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ സാരി ഈ 4 ഡിസൈൻസും പ്ലെയിൻ ബ്ലൗസും വരുന്ന ഈ ഒരു സാരി റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സാരി ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീണ്ടും കാണിക്കുന്ന ഒരു കട്ട് വർക്ക് സാരി തന്നെയാണ്. ടോയിൻ കട്ട് വർക്ക് ഡിസൈൻ വരുന്ന ഒരു സാരിയാണ്. ഇത് സെയിം ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ്. ബേബി പിങ്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം നമുക്ക് വീഡിയോയിൽ വരുമ്പോഴത്തേനും അതൊരു വൈറ്റിനോട് സിമിലർ ആയിട്ട് തോന്നും. പക്ഷേ എക്സാക്ട് ആയിട്ടുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു സാരി വരുന്നത്. അതിനകത്ത് സെൽഫ് ത്രെഡ് യൂസ് ചെയ്തിട്ട് സെൽഫ് കളറിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച പാറ്റേൺ പോലെ തന്നെ ആ ഒരു ട്രയാങ്കിൾ പോർഷനിൽ ഇതിന്റെ പല്ലു പോർഷൻ കവർ ചെയ്തിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിനകത്തും ചെയ്തിരിക്കുന്നത്. ഞാനൊരു കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുവാണ്. നമ്മൾ ഈ ഒരു ടോയിൻ കട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതായത് ഡിസൈൻസിനകത്ത് കളർ കോമ്പിനേഷൻസ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ കളർ കോമ്പിനേഷൻ, അതായത് സെൽഫ് ത്രെഡ് അല്ല
ഡിഫറെൻറ്റ് കളേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു പ്രൈസിന് വേരിയേഷൻ വരും. ഇതിനകത്ത് സിംഗിൾ കളറായിട്ടുള്ള ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സെൽഫ് കളർ മതിയോ അല്ലെങ്കിൽ വേറെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ട്രയാങ്കിൾ ഡിസൈൻ ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് വീണ്ടും നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നേരത്തെ കാണിച്ച സാരിയിൽ കൊടുത്തതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്ത് ഡിസൈൻസ് ഇല്ല. നേരത്തെ കാണിച്ചതുപോലെ ചെസ്റ്റ് പോർഷൻ്റെ ആ ഒരു പുറത്തുള്ള ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് പുറത്ത് വരുന്ന പോർഷനിലാണ് 2 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് 2 ഡിസൈൻസ് വരുന്നത്. നല്ല വലിയ സൈസിൽ തന്നെ വരുന്നത് പോലെയാണ്. അതായത് നമ്മൾ സാരി വെച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ലെഗ് പോർഷൻ വരെ ആ ഒരു ഫ്രണ്ടിലേക്ക് ഫ്ലീറ്റഡ് ആകുന്നിടം തൊട്ട് ഷോൾഡർ പോർഷൻ വരെ വരുന്നത് പോലെ അത്രയും ലെങ്തിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ സെമി സർക്കിൾ പാറ്റേണിലാണ് ഓരോ ഡിസൈൻസും കൊടുത്തിരിക്കുന്നത്. ഡിസൈൻസ് തമ്മിലാണെങ്കിലും വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ തന്നെയാണ് 2 ഡിസൈൻസും കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു കട്ട് വർക്കിന്റെ ഒരു സൈസ് അനുസരിച്ചൊക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് എപ്പോഴും. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല സൈസിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും സത്യത്തിൽ നല്ല ഒരു ഞാൻ നേരത്തെ സാരിയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഓഫർ പ്രൈസിലാണ്. നമ്മൾ നേരത്തെ ഒരുപാട് ഇതുപോലത്തെ ചാനൽസിലാണെങ്കിലും അല്ല വെബ്സൈറ്റ്സിലൊക്കെ ആണെങ്കിലും ഇതുപോലത്തെ ടോയിൻ കട്ട് വർക്ക് സാരീസ് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഒരു 6000 എബോവ് മാത്രമാണ് ഇത്രയും വലിയ ഡിസൈൻസ് ഒക്കെയുള്ള പ്ലേസ്മെന്റ് ഡിസൈൻസ് വരുന്ന കട്ട് വർക്ക് സാരീസ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതിനകത്ത് അത്രയും ഓഫർ പ്രൈസിൽ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ കറന്റ് നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു പ്രൈസിൽ ഈ ഒരു കട്ട് വർക്ക് സാരീസ് ചെയ്യിക്കാനാണെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വിസ്കോസ് ഓർഗൻസ മെറ്റീരിയൽ അല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കോട്ടൺ ഫാബ്രിക്കിലൊക്കെയാണ് വേണ്ടത്. ഈവൻ നമ്മുടെ കോട്ടൺ ചെക്കോട്ടയിലോ ഓർഗൻറ്റിയിലോ അല്ലെങ്കിൽ ടെസർ അങ്ങനത്തെ കുറച്ചുകൂടി ഒരു പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസിലാണ് എങ്ങനെയാണെങ്കിൽ വേണമെന്ന് പറഞ്ഞാലും നമുക്ക് അതുപോലെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. നല്ല ഫ്ലോയി ആയിട്ട് സാരീസ് ഒതുങ്ങി ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റുന്ന പോലത്തെ നല്ല ഷൈനിങ് ഒക്കെ ഉള്ള നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഫാബ്രിക് തന്നെയാണ് ഈ വിസ്കോസ് ഓർഗൻസ വരുന്നത്. ഇതിനകത്ത് നെക്സ്റ്റ് 4ാമത്തെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബോട്ടം പോർഷനിലാണ്. ബോട്ടം പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഫോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കട്ട് വർക്ക് സ്കാലപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബോട്ടം പോർഷനിൽ ഫോൾ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡിസൈൻസ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഫോൾ അറ്റാച്ച് ചെയ്താൽ ഈ ഒരു കട്ട് വർക്കിന്റെ ഭംഗിയൊക്കെ പോകും. അല്ലെങ്കിൽ സ്കാലപ്പ് ആണെങ്കിലും നമുക്ക് ഫോൾ അറ്റാച്ച് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടായി വരും. അതുകൊണ്ടൊക്കെ തന്നെ ഇതിനകത്ത് ഓൾറെഡി ഫോൾ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനകത്ത് ഫോൾ അറ്റാച്ച് ചെയ്യുകയൊന്നും വേണ്ട. നമുക്ക് ആ ഉടുത്ത് വരുമ്പോൾ ആ സ്കാലപ്പിന്റെ ആ ഒരു കട്ട് വർക്കിന്റെ ഫുൾ ഭംഗി തന്നെ നമുക്ക് ആ ഒരു ബോട്ടം പോർഷനിലും വരും. ഫ്ലീറ്റിന് മുമ്പായിട്ട് വരുന്നത് റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അങ്ങനെ ടോട്ടൽ 4 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഈ ഒരു സാരിക്കകത്തും പ്ലെയിൻ ഫാബ്രിക് ബ്ലൗസ് അവൈലബിൾ ആണ്. പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ്. ബ്ലൗസിൽ വർക്കില്ല, പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 4050 rupees ആണ്. 4050. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ തന്നെയുള്ള ഒരു സാരിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ബേബി പിങ്ക് ഷെയ്ഡിൽ നല്ല വലിയ സൈസിൽ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം പ്രീമിയം ആയിട്ടുള്ള സാരീസ് തന്നെയാണ്. ഇതിനകത്ത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് കണ്ടാൽ അറിയാം, വളരെ ഫിനിഷിങ്ങിൽ സിൽക്ക് ത്രെഡ് ആ ഒരു ബാക്ക് സൈഡ് ഫുള്ളും കാണാം. അതുപോലെ ആ ഒരു ഷൈനിങ് ആ ഒരു ചെറിയ ഈ ഒരു സെൻട്രൽ പോർഷനിലൊക്കെ കൊടുത്തിരിക്കുന്ന സാറ്റൻ സ്റ്റിച്ചിനൊക്കെ ആണെങ്കിലും ആ സിൽക്ക് ത്രെഡിന്റെ ഷൈനിങ് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു മെറൂൺ ഗ്രീൻ കോമ്പിനേഷനിലാണ് ഈ ഒരു എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. നല്ല വലിയ ലീവ്സും വലിയ ഫ്ലവേഴ്സും ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. എന്ന് നമ്മളൊരു കൈപ്പത്തി വെച്ചാൽ ഇത് കണ്ടോ ഇത്രയും വരുന്ന പോലെ ഇത് ഈ ഒരു സിംഗിൾ ഫ്ലവറും കുറച്ച് ലീഫും മാത്രമേ എൻ്റെ ഒരു കൈപ്പത്തി കൊണ്ട് കവർ ആവത്തുള്ളൂ. അത്രയും വലുപ്പത്തിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിനകത്ത് 2 ചെറിയ ഫ്ലവേഴ്സും വലിയ 3 ഫ്ലവേഴ്സും നല്ല ലീവ്സും ഒക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ്. അതുപോലെ ഈ ഒരു ഫ്ലവേഴ്സിന്റെ സെൻട്രൽ പോർഷനിൽ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് ഒരു സ്കാറ്റർ ചെയ്യുന്ന ഒരു പാറ്റേണിൽ സെൻട്രൽ പോർഷനിൽ ഗ്യാദർ ചെയ്ത് നെക്സ്റ്റ് അറ്റത്തോട്ട് വരുമ്പോൾ സ്കാറ്റർ ചെയ്യുന്ന ഒരു പാറ്റേണിൽ ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. ഇത് സിൽക്ക് ത്രെഡ് വെച്ചിട്ടായതുകൊണ്ട് തന്നെ ചെറിയ ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് നോട്ട്സ് ആണ് വരുന്നത്. പിന്നെ മറ്റേ എൻഡിലോട്ട് വരുമ്പോഴത്തേന് ഒരു ഉള്ളിൽ വരുന്ന എൻഡിൽ വരുമ്പോഴത്തേനും ചെറിയ സൈസിൽ സെയിം ആ ഒരു പാറ്റേൺ തന്നെയാണ്. ചെറിയ രീതിയിൽ അതിന്റെ സൈസ് കുറച്ചുകൊണ്ട് ഒരു ഡിസൈൻ ഇതിന്റെ ഉള്ളിൽ വരുന്നിടത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പോൾ അതായത് നമ്മൾ സാരിയുടെ മുന്താണി ഫ്രണ്ടിലോട്ടൊക്കെ പിടിക്കുമ്പോൾ കാണാവുന്നത് പോലെ നല്ലൊരു ഡിസൈനാണ്. നോർമലി നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നതിനേക്കാളും നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഈ ഒരു റണ്ണിങ് പോർഷനിലാണ് ഡിസൈൻ. ഇനിയും കൊടുത്തിരിക്കുന്ന എല്ലാ ഡിസൈൻസും ഈ ഒരു നമ്മൾ ബലൂണിന്റെ ഉള്ളിൽ വന്ന ആ ഒരു സൈസിലാണ് വരുന്നത്. ബലൂണിന്റെ ഏറ്റവും എൻഡിൽ വരുന്ന ഡിസൈൻ മാത്രം കുറച്ചുകൂടെ സൈസ് വലിയ ഹ്യൂജ് ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സൈസ് ഡിഫറൻസേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ബലൂണിന്റെ റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈന്.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് ഈ ഒരു ഡിസൈൻ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. പിങ്കിൽ നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ല, കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്. നമുക്ക് നോർമലി എപ്പോഴും ആ ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് ഒക്കെയാണ് കൂടുതലും ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നത്. അപ്പോൾ അതിനൊരു വ്യത്യാസമായിട്ട് ഒരു മെറൂണിൻ്റെ ഷെയ്ഡൊക്കെ കൊടുത്ത് കുറച്ചും കൂടി നല്ല ഒരു കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമുക്കിത് ചെസ്റ്റ് പോർഷനിലോട്ട് അടുക്കി കുറച്ച് ഡിസൈൻസ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷൻ തൊട്ട് ഒരു ഗ്യാപ്പിൽ ഡിസൈൻസ് വരുന്ന രീതിയിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റിൻ്റെ ഒരു മെയിൻ പോർഷനിൽ ഒരു വലിയ ഡിസൈൻ വരുന്നുണ്ട്. അതിനുശേഷം ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് പോകുന്നിടത്തോട്ട് വരുമ്പോൾ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഫ്രണ്ട് പ്ലീറ്റിലോട്ട് വരുന്നിടത്ത് 3 ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഒരേ വലുപ്പത്തിൽ വരുന്ന 3 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. പല്ലുവിൽ 3 ഡിസൈൻസ് ഉണ്ട്, ഫ്രണ്ട് പോർഷനിൽ 3 ഡിസൈൻസ് ഉണ്ട്. ഇനിയും അതിന് ശേഷം വരുന്നതിൻ്റെ ബോട്ടം പോർഷനിലോട്ടാണ്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും വീണ്ടും 3 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെ 3 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ വരുന്നത് പോലെ ഉണ്ടോ, ഈ ഒരു പാറ്റേണിൽ വരുന്നത് പോലെ നല്ല വലിയ ഡിസൈൻസ് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ബോട്ടം പോർഷൻ ഫ്ലീറ്റ്സിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്നത് പോലെ, അതുപോലെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് പോലെ, അങ്ങനെ ടോട്ടൽ 9 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഇതിൻ്റെ കൂടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസിൻ്റെ 2 സ്ലീവിലും ഈ ഒരു ഫ്ലവർ പാറ്റേൺ നല്ല വലുപ്പത്തിൽ തന്നെ വരുന്നത് പോലെ ഫ്ലവർ പാറ്റേൺ ഉണ്ട്. ഈ അറ്റാച്ച് ബ്ലൗസോടുകൂടി ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്, ഇത്രയും വലുപ്പത്തിലുള്ള ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 3359 ആണ്. അത് നല്ല വലിയ സൈസിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി തന്നെ കുറച്ച് ഡിഫിക്കൽട്ടാണ്, ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. നല്ല അതും ഇത്രയും ഫിനിഷിങ്ങിൽ ഈ ഒരു ഷാഡോ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. അപ്പം ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 3359 ആണ്. ഈ സാരി വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് ഒരു കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിനാണ്. നമ്മുടെ അക്വാ ബ്ലൂ കളർ, അക്വാ ഗ്രീനും അക്വാ ബ്ലൂ എന്നും പറയാറുള്ള ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡ് കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ബ്ലൂ കോമ്പിനേഷൻ തന്നെ ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി ആണ്. ഈ ഒരു ഡിസൈനും സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു ഫ്ലവേഴ്സിനും ലീവ്സിനും ഒക്കെ അതിൻ്റെ ഒരു ഷൈൻ ഉണ്ട്. ആ ഒരു സിൽക്ക് ത്രെഡിൻ്റെ ഷൈൻ വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡിലായതുകൊണ്ട് തന്നെ അത്രയും തിക്കിൽ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള വർക്കാണ്. എന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു എംബ്രോയിഡറിയാണ്. ഇതിൻ്റെ പല്ലുവിൻ്റെ എൻ പോർഷനാണ് ഈ കാണുന്നത്. പല്ലുവിൻ്റെ എൻ പോർഷനിൽ ഇതുപോലെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പല്ലുവിൻ്റെ 2 എൻഡിലും 2 ഡിസൈൻസ് വീതം കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിൽ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 5 ഡിസൈൻസ് ആണ് ഇതിൻ്റെ പല്ലുവിൻ്റെ സെൻട്രൽ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. 5 ഫ്ലവേഴ്സും ചെറിയ ചെറിയ ലീവ്സും വരുന്നൊരു പാറ്റേണിലാണ് ഓരോ ഡിസൈൻസും കൊടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ ഫ്ലവർ ബഞ്ച് ആണെങ്കിലും നല്ല ടൈം എടുത്ത് നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. ഈ ഒരു സാരിയുടെ പ്രത്യേകത തന്നെ ഇതിനകത്തൊരു നമ്മുടെ ഒരു ഹാഫ് പോർഷൻ വരെ, സാരിയുടെ ഒരു ഹാഫ് പോർഷൻ വരെ ഫുൾ ബോർഡറിലും ഇതുപോലെ ഈ ഒരു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ ഉടുത്ത് വരും കാണുന്ന പോർഷനിലെ ആ ഒരു മെയിൻ, അതായത് മെയിൻ എൻഡിൽ വരുന്ന ഡിസൈനാണ്. റണ്ണിങ് പോർഷനിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെസ്റ്റ് പോർഷനിലോട്ട് വരുന്ന രീതിയിൽ ഗ്യാപ്പിൽ ഈ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പിൽ ഡിസൈൻസ് വരുന്നുണ്ട്. എല്ലാം ഒരേ സൈസിൽ വരുന്ന ഒരേ കളർ ഒരേ പാറ്റേണിൽ വരുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. സൈസൊക്കെ ആണെങ്കിലും ഒരേ രീതിയിൽ തന്നെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പിലാണ് ഡിസൈൻസ് പോയിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു സാരിയുടെ ഏകദേശം ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞ് ഫ്ലീറ്റ്സിൻ്റെ ഇടയ്ക്കോട്ട് വരുന്നിടം വരെയും, ബോട്ടം പോർഷനിലോട്ട് വരത്തില്ല. ഫ്ലീറ്റ്സിനിടയ്ക്കെന്ന് പറയുമ്പോൾ ബോട്ടം പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. എന്നാലും നമ്മുടെ റൈറ്റ് ലെഗ് പോർഷനിലോട്ടൊന്നും വരുന്നില്ല. ആ ഒരു ഫ്ലീറ്റ്സിൻ്റെ എൻ പോർഷനൊക്കെ ആകുമ്പോഴത്തേനും ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്നത് പോലെ ഒരു പാറ്റേൺ വരെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മറ്റേ സൈഡിൽ, അതായത് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ നിന്ന് 1 പ്ലീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫുൾ അടുക്കി കൊടുക്കാതെ കുറച്ചൊരു 2 ലെയറിലൊക്കെ ഇടുന്ന അങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ കാണാവുന്ന പോലെയൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ സാരി പെയർ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ സ്യൂട്ടബിൾ ആവുന്ന പോലെ നമ്മൾ ഫ്ലീറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്ലീറ്റഡ് ആവുന്ന സമയത്തും കാണാൻ സാധിക്കും. ഇങ്ങനെ ഫ്ലീറ്റിനുള്ളിൽ വരുന്ന ഭാഗത്ത് വരുന്നത് പോലെ ഈ സാരിയുടെ ഉൾ സൈഡിലും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം രീതിയിൽ തന്നെ ഈ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ചർച്ച് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ തലയിൽ സാരി ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു തലയിൽ ഇടുന്ന ഒരു പോർഷനിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഫ്ലവേഴ്സ് വരുന്ന രീതിയിലാണ് ഈ ഒരു സാരി വരുന്നത്.
ഇങ്ങനെ ഈ ഒരു സാരിയിൽ ഇതുപോലത്തെ 15 ഡിസൈൻസ് ആണുള്ളത്. 15 ഡിസൈൻസ് ഈ ഒരു പാറ്റേണിൽ വരുന്നുണ്ട്. അപ്പം ഇത്രയും 15 ഡിസൈൻസോട് കൂടി ഈ ഒരു സിൽക്ക് പാറ്റേണിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 3179 റുപ്പീസ് ആണ്. അപ്പം ഈ ഒരു സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇത്രയും ഒരു 15 ഡിസൈൻസ് ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു ഫ്ലവർ ചെറിയ അത്യാവശ്യം വലിയ ഫ്ലവർ ബഞ്ച് തന്നെ, തീരെ ചെറുതെന്ന് പറയാൻ ഒരു ഫ്ലവർ ബഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ഒരു കൈപ്പത്തിയോളം വലുപ്പം വരുന്ന പോലത്തെ ഒരു ഫ്ലവർ ബഞ്ചാണ്. അങ്ങനത്തെ 15 ഫ്ലവർ ബഞ്ച് ഈ ഒരു സാരിയിലുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരു ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടും വരുന്നുണ്ട്. ബ്ലൗസിൻ്റെയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് പ്രൈസ് വരുന്നത്. ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് 2 സ്ലീവ്സിലും ഇതുപോലത്തെ ഒരു സിംഗിൾ ഫ്ലവർ വരുന്ന ഒരു പാറ്റേണിൽ സ്ലീവ്സിൽ വർക്ക് വരുന്ന രീതിയിൽ അറ്റാച്ച്ഡ് ബ്ലൗസും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3179 റുപ്പീസ് ആണ്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു പീച്ച് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡിൽ ചെയ്തെടുത്തിരിക്കുന്ന ബട്ടർഫ്ലൈ പാറ്റേൺ ആണ്. ഒരുപാട് ബട്ടർഫ്ലൈസ് ഇതുപോലെ സ്കാറ്റർ ചെയ്ത് പല സൈസിൽ ചെയ്തിരിക്കുന്ന പോലെയാണ്. കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്, 2-3 സൈസിലായിട്ടാണ് ബട്ടർഫ്ലൈസ് എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ചൊരു ഗ്രീൻ ഗോൾഡൻ മിക്സ് ഉള്ള ഒരു ഷെയ്ഡിൽ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ലൈൻസും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഹൈലൈറ്റ് എന്നുള്ള രീതിയിൽ ബുള്ളിയൻ നോട്ട്സും ഫ്രഞ്ച് നോട്ട്സും ഒക്കെ കൊടുത്ത് ഈ ഒരു ലൈൻസിനും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ ബട്ടർഫ്ലൈയുടെയും സെൻട്രൽ പോർഷൻ ആണെങ്കിലും ഇതുപോലെ ഒരു ഗോൾഡൻ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഇതിന്റെ ആ ഒരു കൊമ്പൊക്കെ കൊടുത്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ആ ഒരു ബട്ടർഫ്ലൈസിനെല്ലാം നല്ലൊരു ഹൈലൈറ്റ് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഈ ഡിസൈൻ വരുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച സാരിയിലെ പോലെ ഇതുണ്ട്. ഇതിന്റെ ഒരു കൈപ്പത്തി വെച്ചാൽ ഈ ഒരു ഡിസൈനിനകത്ത് ഒരു 2 വലിയ ബട്ടർഫ്ലൈയും ഒരു കുഞ്ഞു ബട്ടർഫ്ലൈയും ഒക്കെ കവർ ആവത്തുള്ളൂ. അത്രയും സൈസിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് പല്ലുവിന്റെ ആ ഒരു എൻ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ആണ്. ഇതിന്റെ ആ ഒരു ഉള്ളിൽ വരുന്ന എൻഡിലും സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം ആ ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ തന്നെ ഈ ഒരു സാരിയിൽ ഫുൾ കൊടുത്തിട്ടുണ്ട്. പീച്ചിൽ മെറൂൺ ഷെയ്ഡ് നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണാനും സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നെക്സ്റ്റ് ഡിസൈൻ കൊടുക്കുന്നത് ഈ ഒരു റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴും ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ ആ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈയുടെ നമ്പർ ഓഫ് ഡിസൈൻസ് 1-2 വ്യത്യാസമുണ്ട്. ചെറിയ ബട്ടർഫ്ലൈയുടെ എണ്ണത്തിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. വലിയ ബട്ടർഫ്ലൈസ് സെയിം ഇതിൽ തന്നെയുണ്ട്. അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ചെറിയ രീതിയിൽ വേരിയേഷൻസ്, അതായത് എൽ ഷേപ്പിൽ കാണിച്ചേക്കുന്നതിന് പകരം ഓരോ ബോർഡറിലോട്ട് വരുമ്പോൾ ബോർഡറിന് പറ്റുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഫിനിഷിങ്. വീണ്ടും സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു എംബ്രോയിഡറിയും ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സാരിയുടെ പാറ്റേൺ പോലെ തന്നെ ചെസ്റ്റ് പോർഷനിലായിട്ടൊരു ഡിസൈൻ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷൻ തൊട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലോട്ട് വരുന്ന പോർഷൻ വരെ എന്നുള്ള രീതിയിൽ 3 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ 3 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയുടെ. ചെസ്റ്റ് പോർഷനിലല്ല 3 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷൻ തൊട്ട് നമ്മുടെ ആ ഒരു ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരത്തില്ല, നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരുന്ന പോർഷൻ തൊട്ട് വരുന്ന അവിടെ അത്രയും ഭാഗത്തായിട്ട് 3 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലുപ്പത്തിൽ തന്നെ ഈ ഒരു സിംഗിൾ ഡിസൈൻ കൊണ്ട് തന്നെ നമ്മുടെ ചെസ്റ്റ് പോർഷൻ കവർ ആകും. അതിനുശേഷം നമ്മുടെ ഒരു ലെഗ് പോർഷനിൽ വരുന്ന പോലെ ഒരു ഡിസൈൻ നമ്മുടെ ബാക്ക് പോർഷനിലോട്ട് വരുന്ന പോലെ, അങ്ങനെ 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ആ ഒരു സാരിയുടെ ഫസ്റ്റ് ഹാഫിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ സാരിയുടെ സെക്കൻഡ് ഹാഫ്, അതായത് ബോട്ടം പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെയാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡിങ് പോസ്റ്റിലാണ് താഴോട്ട് വരുമ്പോഴത്തെ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അവിടെ 3 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. 2 ഡിസൈൻസ് നമ്മുടെ ആ ഒരു ഫ്ലീറ്റ്സിനുള്ളിൽ വരുന്നത് പോലെ ഇതുണ്ട്. ഈ ഒരു പോസ്റ്റിൽ ആ ഒരു സ്റ്റാൻഡിങ് പോസ്റ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇതുപോലെ 2 ഡിസൈൻസ് ഇതിന്റെ ഫ്ലീറ്റ്സിനുള്ളിൽ വരുന്നത് പോലെയും വരും. ഒരു ഡിസൈൻ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് പോലെയും വരും. ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ടോട്ടലായിട്ട് 9 ഡിസൈൻസ് ആണ് ഈ ഒരു സാരി. ഇതേ വലുപ്പത്തിൽ വരുന്നത് പോലെ അത്രയും വലുതായിട്ടുള്ള 9 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് കൂടി തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും ഉണ്ട്. ബ്ലൗസിന്റെ സ്ലീവ്സിൽ 2ലും ഓരോ ബട്ടർഫ്ലൈസ് വരുന്ന രീതിയിലാണ്, വലിയ വലുപ്പത്തിൽ തന്നെയുള്ള ഓരോ ബട്ടർഫ്ലൈസ് വരുന്ന രീതിയിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ ഡിസൈൻസും ഇത്രയും തിക്കായിട്ടുള്ള സ്റ്റാറ്റേൺ സ്റ്റിച്ചും വെച്ചിട്ടുള്ള ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 3599 ആണ്. 3599 റുപ്പീസ് ആണ്. ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇത്രയും സാരീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഈ സാരീസ് ഒക്കെ നമുക്ക് അതായത് റീ ഓർഡർ
തരുവാണെങ്കിൽ, ഇപ്പൊ സെയിലായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീ ഓർഡർ ചെയ്ത് എടുക്കാവുന്നതുമാണ്. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ കളർ കോമ്പിനേഷനോ ഒക്കെ മാറ്റിയാണെങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലത്തെ പുതിയ സബ്സ്ക്രൈബർ കളക്ഷൻ ആണെങ്കിലും നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി, ഹാൻഡ് പിക്ക് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.